Yeah. നല്ല ഷായിട്ട് പൊട്ടിക്കാൻ പറ്റുന്നുണ്ട്. ഇത് മുള്ളു കുത്താൻ ഒന്ന് പറയണ പോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുത്തിയാമർത്തി കൊടുക്കും. നമ്മുടെ പേലിക്കുട്ടിയുടെ വീഡിയോ എടുക്കുക. അവനൊരു ചാനൽ നമ്മുടെക്കാളും മുന്നിൽ പറമ്പിലെത്താണ് നോക്കും. നമ്മുടെക്കാളും മുന്നിൽ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വായോട്ടാ സുന്ദരിക്കുട്ടി, അടി സുന്ദരി മോള് കടിച്ച് പോണ്ടേ, ഇങ്ങടെ പോണ്ടേ സുന്ദരി മോൾക്ക്, എങ്ങടെ പോണ്ടേ? പോവാട്ടോ. നമ്മളെ പറമ്പിലേക്ക് പോവാനായിട്ട് ഇറങ്ങാന്ന് കണ്ടു കഴിഞ്ഞാൽ അവൾക്കറിയാം ചുറ്റി പറ്റുക നിൽക്കുക പോവാനായിട്ട്. അപ്പോൾ നമുക്ക് അർബാനും കൊണ്ടാണ് പോകണത്. പറമ്പിലേക്ക് അർബാനത്തെ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീടില്ല നമ്മുടെ അർബാന പഞ്ചറായിട്ട് ഇരിക്കണായിരുന്നേ. കുറേ കാര്യങ്ങൾ അർബാനയുടെ കുറവുകൾ, കുറേ പണികളൊക്കെ എടുക്കുക അങ്ങനെ. അപ്പോൾ നമുക്കാണെങ്കിൽ അവിടെ കുറച്ച് നാളികേരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആ പറമ്പിലേക്ക് പോയിട്ട് വരുമ്പോഴേക്ക് ആ നാളികേരൊക്കെ പറക്കിയെടുക്കാമല്ലോ. ഇപ്പോൾ പോവാട്ടാ പേലിക്കുട്ടിയെ. ആണല്ലേ, നമുക്ക് പേലിക്കുട്ടിക്ക് വണ്ടിയിൽ കയറിയിരിക്കണ എങ്ങടാ അങ്ങട് മറന്നാ? ഇപ്പോൾ ഒരു ഇടമഴയുണ്ടേ, അതാണ് ഈ പറമ്പിൽ വെള്ളം നിൽക്കണേട്ടാ. പിന്നെ ഇങ്ങനത്തെ മഴ നമുക്ക് പേടിക്കാനില്ല. ആ പെയ്ത് അപ്പം തന്നെ പൂത്തിന് തന്നെ വെള്ളം നിൽക്കുള്ളൂ. നമ്മളിങ്ങനെ തടൊക്കെ എടുത്തിട്ട് നടണ കാരണം അങ്ങനെ നിൽക്കണ വെള്ളം നിൽക്കില്ല. എന്താ പേളിക്കുട്ടി എന്ന് ഫസ്റ്റ് ഞാനെത്തി. പേളിക്കുട്ടി അവിടെ നിന്ന് വരുമ്പോഴേ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് കടിക്കാൻ വേണ്ടിയിട്ട് എല്ല് മേടിച്ചിട്ട് കൊടുക്കാറുണ്ട്. പേളിക്കുട്ടി വന്ന് കടിക്കാറുണ്ട്. ഇന്നിപ്പോൾ കുട്ടിപ്പട്ടാളങ്ങൾ വെയ്യാത്ത കാരണം കൂട്ടിലല്ലേ കുറച്ച് നേരമൊക്കെ ഇടുക. അപ്പോൾ അവൾ അവിടെ നിന്ന് ഒരു എല്ലെടുത്തിട്ടാണ് നോക്കണം വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ. ഇവിടെ വന്ന് ഇനി വേറെ നാളികേര ചകിരി ഒന്നും തപ്പണ്ടാന്ന്. അതാണ് നേരം വൈകിയല്ലേ. ഇനിയിപ്പോൾ പോകണവരത് വിരുന്നോളൂ. അവള് നമ്മുടെ പുതിയ മത്തത്തൈ അത് നമ്മൾ നട്ട മത്തയായിട്ടാണ്. ഇത്ര നാളും നമ്മൾ മത്തയ്ക്ക് നടുമ്പോൾ തന്നെ മുളച്ച മത്തങ്ങ ഉണ്ടായതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലേക്ക് പൊട്ടിച്ചത്. ഇനിയും പൊട്ടിക്കാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നട്ട മത്തയാണ്. അധികം പടരണ്ടും കൂടി വന്നില്ല കേട്ടോ. അതേ ഇവിടെയാണ് ഈ കട നട്ടു കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇത്ര ദൂരം വരുമ്പോഴേക്കും മത്തങ്ങ ഉണ്ടായി തുടങ്ങി. നോക്കി ഇപ്പുറത്തായാലും ഉണ്ടോ ദേ. അപ്പോൾ ഉണ്ടാവുന്നൊരു മത്തയാണ്, കൊഴിയില്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി തൈക്ക് വടി കുത്തി കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചാണകം കലക്കിയിട്ട് ഒരുവിധം കുറച്ച് പച്ചക്കറികളൊക്കെ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളായിട്ട് ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ പച്ചക്കറികൾക്ക് ഒഴിച്ച് കൊടുക്കണ വളം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷായുടെ കുറേ പുല്ലൊക്കെ ചെത്തിയപ്പോൾ ആ പുല്ല്, അതേപോലെ തന്നെ കുറച്ച് പയറുണ്ടായി നിൽക്കണതിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വലിച്ച് വാരി നമ്മൾ ഇങ്ങനെ ഒരു ഡ്രമ്മിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലിട്ടു. അതേപോലെ തന്നെ അതിൽ കുറച്ച് ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കിയത് ഇതേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്നൊന്ന് പറയണ പോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുത്തിയമർത്തി കൊടുക്കും. ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ ദിവസവും. അപ്പോൾ ഒരു 10 ദിവസം കഴിയുമ്പോഴേക്ക് നമ്മളിതിലിട്ട പുല്ലും ഒക്കെ അങ്ങോട്ട് ചീഞ്ഞ് ചാണകത്തിൻ്റെ കൂടെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർന്ന് ആയി വന്നിട്ടുണ്ടാവും. നല്ല ചാണം പോലെ തന്നെ ഇരിക്കുക ആയി വരുമ്പോൾ. അപ്പോൾ ദിവസം ഇങ്ങനെ ഇളക്കണം. അപ്പോൾ മുന്നേ അതേപോലെ ആക്കി വെച്ചിട്ടുള്ളതാണ് ഇതാ ഇപ്പുറത്ത് ഈ ഡ്രമ്മിലിരിക്കണത്. കണ്ടോ, ഇതേപോലെ നല്ല കുറുകി പോലെ ഇരിക്കും. ഇപ്പം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു പാത്രം ഈ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൽ ഫുള്ള് വെള്ളമാണ് ഒഴിക്കാൻ പോണേ. അത്രയും നേർപ്പിച്ചിട്ടാണ് നമ്മൾ ഒഴിക്കാൻ. കാരണം ഭയങ്കര, അതായത് പുല്ലും ചാണകം കൂടിയിട്ട് ഇങ്ങോട്ട് ആയി വന്നാലേ ഭയങ്കര ഡോസാണ്. അപ്പം നന്നായി നേർപ്പിച്ച് പച്ചവെള്ളം പോലെ കലക്കി എടുത്തിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിക്കാനായിട്ട് കേട്ടാ. ഇതിലേക്ക് ഒഴിക്കല്ല, നമ്മുടെ പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ പച്ചക്കറിയുടെ കട അങ്ങനെ തന്നെ ദ്രവിച്ചോണം പോവും. അത്രയും വീര്യമുണ്ട്. എനിക്ക് ഈ ഒരു ചെറിയ ബക്കറ്റിലേക്ക് ഇതുകൊണ്ടൊരു പാത്രവും പിന്നെ നിറച്ച് വെള്ളമാണ് കണക്ക്.
ഇപ്പം നോക്കിയത് ഇതേപോലെ നമ്മൾ നന്നായിട്ട് അഴച്ചെടുത്ത് നോക്കാണ്. ഇതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണേ കേട്ടാ. ഞാനിപ്പോൾ ഒഴിക്കുന്നത് നമ്മുടെ ഈ വഴുതനങ്ങ തൈക്കാണ്. അപ്പോൾ ഇവരെ കടക്കിൽ ചെറിയ ഓരോ കട പുല്ലുകളൊക്കെ ഉണ്ട്, അതൊക്കെ ആദ്യം വലിച്ച് കളയട്ടെ, അല്ലെങ്കിൽ അത് അവർക്ക് ഭയങ്കര വളർച്ച കിട്ടും. ഇവരെക്കാളും വളർച്ച അവരായിരിക്കും. അതെപ്പോഴും ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മളിവർക്ക് എന്ത് വളം ചെയ്ത് കൊടുക്കായാലും പുല്ലും കടകളുണ്ടെങ്കിൽ അപ്പം തന്നെ വലിച്ച് കളഞ്ഞോളൂ. ഇതൊക്കെ നോക്കി നമ്മുടെ തന്നെ മുളച്ചിട്ടുള്ള ചീരകളായിട്ടായിരുന്നു. പോകുമ്പോൾ എനിക്കിതൊക്കെ അരിഞ്ഞുകൊണ്ട് പോകണം. ഞാനേ കടക്കിലേക്ക് ഒഴിക്കില്ല കേട്ടാ. ഇതേ കട തൊടാണ്ട് ഇങ്ങനെ സെൻറ്ററിൽ വെറുതെ ഒഴിച്ചു കൊടുക്കുള്ളൂ. അവർക്ക് ആവശ്യമുള്ളത് അങ്ങോട്ട് കിട്ടുകയുള്ളൂ. ഇത്രയേ ഒഴിച്ചു കൊടുക്കുള്ളൂ. അതിപ്പോൾ നമ്മൾ ആഴ്ചയിൽ എന്ന് പറഞ്ഞ പോലെ ചെയ്യൂട്ടാ. കാരണം ജൈവമായത് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയിലും ചെയ്യണം, എങ്കിലാണ് ആ വളർച്ച കിട്ടുള്ളൂ. ഇനി നമ്മുടെ വെണ്ടത്തേക്ക് വയ്ക്കണം. പേളിക്കൂട്ട് നോക്കിയാൽ എപ്പം ഇരിക്കണത് നോക്കിയാൽ എല്ലും കൈ പിടിച്ചിട്ട് ആ ഭാഗത്ത് നിന്ന് ഇലങ്ങിയിട്ടില്ലേ അവള്. ഇതാണ് നമ്മുടെ വെണ്ട കേട്ടാ. എൻ്റെ താഴേന്ന് തന്നെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നിലവണ്ടി നന്നായിട്ട് ഇങ്ങനെ ഉണ്ടായി വരും ഓരക്കിലും. എന്തൊരു വേഗം പുല്ല് മുളയ്ക്കണേ. ഇന്നാളെന്ന് പറഞ്ഞ പോലെ വലിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഇവർക്ക് എന്താ വളർച്ച. ഈ കറുകപ്പുല്ല് പോലെ തന്നെ പെട്ടെന്ന് പടരും. ഇത് പറമ്പിൽ വന്നു കഴിഞ്ഞാൽ പൂവേ ഇല്ല, പിന്നെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു കുഞ്ഞൊരു കടയുണ്ടായാൽ മതി, അത് വേഗം വേഗം പൊടിക്കും. വേണ്ട, ഇത്രയും പുല്ല് ഞാൻ പറിച്ചെടുത്തു കിടക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോഴേ മഴ പെയ്യാമോന്ന് പേടിച്ചിട്ട് വന്നതാ. അതേപോലത്തെ ഒരു മഴക്കാറുണ്ടായിരുന്നു. ഇപ്പം നോക്കിയാൽ ജാതി വെയിലിൻ്റെ ചൂട്. എന്തൊരു ചൂട് ഒതിക്കണ വെയിലിന് തലയ്ക്ക് കൈ വയ്ക്കുമ്പോൾ എൻ്റെ തലയ്ക്ക് നല്ല ചൂടായിട്ടിരിക്കണം, പൊള്ളി പോലെ. അത്ര ചൂടുണ്ട്. കണ്ടോ, ഇതേപോലെ ചെയ്താൽ മതിട്ടാ. നല്ല ഒരു കായൊക്കെ പിടിച്ചോളൂ.
നമ്മുടെ കൊത്തമര കേട്ടാ. കൊത്തമര നട്ട് കഴിഞ്ഞാലേ ഇതിന് കൂമ്പെടുക്കാനൊരു സമയം പിടിക്കും. പക്ഷെ കൂമ്പെടുത്ത് കഴിഞ്ഞാലോ പിന്നെ അവർ നോക്കിക്കൊണ്ടേയിരിക്കുക, വളരും. അങ്ങനെയുണ്ട്. പിന്നെ ഉദയം വന്നിട്ടുണ്ട് നമ്മുടെ പണിസ്ഥലത്ത് കേട്ടോ. അപ്പോൾ അവനൊരു ചാനലുണ്ട്, ഉദയം ചാനൽ എന്ന് പറഞ്ഞിട്ടോ ചാനലിൻ്റെ പേര്. അപ്പോൾ അവൻ നമ്മുടെ പേളിക്കുട്ടിയുടെ അതുപോലെ അല്ലുവിൻ്റെ ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഇടാറുണ്ട്. ഇപ്പം നമ്മുടെ പേളിക്കുട്ടി എല്ലി കടിക്കുന്നത് പിടിക്കണേ. അത് തോന്നുക കാണും. നമ്മുടെ അല്ലുവിന്റെ കിട്ടത് ഞാൻ കണ്ടിരുന്നു. അതൊക്കെ വെറുതെ പറയാ, നമ്മൾ ഇട്ടോണ്ടിരിക്കുക, അത് കയറും. ഉദയം ചാനലിനാട്ടോ ചാനലിന്റെ പേര്. ടൈസ് മോനെ വേലിക്കുട്ടി ഇതേ അവിടെ ടൈസും കൊട്ട് ഇവിടെ ഇതാ വെയിലും കൊണ്ട് കതച്ചു തുടങ്ങി. ടൈസും കുട്ടി ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഇവിടെ പൊന്നോ, എൻ്റെ മോന് വെയിലിൻ്റെ ചൂടും സഹിക്കില്ല. വേളിക്കുട്ടിയെ നിൻ്റെ എല്ലാം ഇവിടെ അത് കുറച്ച് നേരം ടൈസും കൂടെ കൊടുത്തേ ഇല്ലേ. ആദ്യം ഈ ചീര തന്നെ അരിയാം. അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ചീര അരിയാനായിട്ട്. അരിയേണ്ട സമയം കഴിഞ്ഞു. ചിലത് കതി വരെ വന്നു തുടങ്ങി. ഈ ചീരക്ക് നല്ല തയ്യാ. മഴക്കാലം വന്നിട്ട് മഴ തുടങ്ങിയിട്ട് പൊടിച്ച് വരുന്നതാണ്. അപ്പം നോക്കിയാൽ കേടുകളൊന്നുമില്ല കേട്ടാ. മറ്റേ നമ്മുടെ മഴക്കാലം തുടങ്ങുന്ന സമയത്തുള്ള നിറച്ച ഇലയമൊക്കെ കുത്തല്ലേ, ഇനി ഇവിടെ ഞങ്ങളുടെ ഇലയുടെ കുത്തൊക്കെ പോവും. നല്ല ഇലകളായിട്ട് കിട്ടും നമുക്ക്. നടന്ന് നോക്കി അരിയണം, കാരണം അവിടെ ഇവിടെയാണല്ലോ. അപ്പോൾ നോക്കിയേ, ഈ വർഷത്തെ ഫസ്റ്റത്തെ ചീര അരിഞ്ഞെടുത്തു. ഇത് അവിടെ ഒരെണ്ണം കൂടി ഉണ്ട്, അതുകൊണ്ട് അരിഞ്ഞെടുക്കും. ഒരു പ്രത്യേക ടേസ്റ്റും കൂടും ഈ സമയത്ത്. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം ചീര കഴിച്ചിട്ട് പിന്നെ കഴിക്കാൻ പോണത് ഇപ്പോഴാട്ടാ. കാരണം നമ്മുടെ വീട്ടിൽ ചീര ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ ചീര കഴിക്കുള്ളൂ, വേറെ മേടിച്ചൊന്നും കഴിക്കില്ല. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടുതൽ തോന്നും. ഇനിയിപ്പോൾ നമ്മുടെ നാളികേരൊക്കെ പറക്കി ഇട്ട് നമുക്ക് പോവാം. ടൈസിനും പേടിക്കുട്ടിക്കൊക്കെ ക്ഷീണമായി തുടങ്ങി. നമ്മുടെ നാളികേരൊക്കെ ഇങ്ങനെ വീണിട്ടേ ഇവിടെയൊക്കെ പുല്ലല്ലായിരുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കായിരുന്നു. അപ്പോൾ ഷായട്ടൻ കളിച്ചപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ പുല്ലിൻ്റെ ഇടയിൽ നിന്നൊക്കെ എടുത്തിട്ടു. പിന്നെ ഷായട്ടത് ഇവിടെ ഓരോ ഭാഗം നോക്കി ഇത്രയും ഇവിടെ കാടായിരുന്നു, അത് മുഴുവൻ ചെത്തിയൊരു വിധാക്കി. ഇപ്പം അത് വീണ്ടും എന്താ പറയുക വലിച്ച് കൂട്ടി മതിൽ ഭാഗത്തേക്ക് ഇട്ടിട്ട്, മതിൽ ഭാഗത്തേക്ക് ഇടേ ചെയ്യണേ നമ്മൾ തെങ്ങിൻ്റെ കടീനെ മാന്തിട്ട് അതിലേക്ക് ഇടണ ഷായിട്ടാ. അതവിടെ മാന്തൽ കഴിഞ്ഞിട്ടിടാം. തെങ്ങിൻ്റെ കട മാന്തിട്ട് അതിലേക്ക് ഇടാല്ലേ. ഇത് ഉണങ്ങാത്ത കാരണം പിന്നെ കത്തൂല്ല. അപ്പോൾ തെങ്ങിൻ്റെ കട മാന്തി അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ചാണകം ഇട്ട് ഒന്നുകൂടി മൂടേണ്ട ടൈമൊക്കെ കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്തു തരുമ്പോൾ നമ്മളെ സമയം നോക്കിയിട്ടൊന്നും അല്ലാട്ടോ ഞങ്ങളുടേതായ കൃഷികൾ ഒഴിവിനനുസരിച്ച് തരത്തിലുള്ള അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് നാളേരൊക്കെ ഉണ്ട്, അതൊക്കെ പറക്കിട്ടെ. നാളികേരെ കൊണ്ടുപോകാണ്ട് മുളച്ചു, അതാണ് കഷ്ടമായത്. 1-2 മുളച്ചിട്ടുള്ളോട്ടെ, എല്ലാതും ഇല്ല. നമ്മൾ ശരിക്കും ഇവിടെ ഈ കാടാക്കിയത് തന്നെ നമ്മുടെ മത്തങ്ങയ്ക്ക് വേണ്ടിയിട്ടാ. മത്തം ഇങ്ങനെ പടരുണ്ടായിരുന്നേ,
അത് മാത്രമല്ല ഈ മത്തങ്ങ മത്തങ്ങ ഉണ്ടാവണുണ്ടായിരുന്നു നമ്മൾ പല വീടിലും കാട്ടിയിട്ടില്ലേ. ഇപ്പോഴായിരുന്നു നോക്കിയേ അത് എന്തൊരു വലിപ്പമുള്ള മത്തങ്ങന്നറിയോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പടർന്നിട്ട് നിൽക്കണത് കേട്ടാ. ഇവിടുത്തെ ഈ കാടിന് കളയാറായിട്ടില്ല. അത് കാരണം നോക്കിയേ ഉണ്ടോ നല്ല വലിപ്പമുള്ള മത്തങ്ങയാണ് ഉണ്ടാവണേ. ഇവിടെ ചെറിയ ചെറിയ കായകളൊക്കെ ഉണ്ട്. അത് കാരണമാണ് ഇങ്ങനെ നിർത്തിയിട്ട് ഇരിക്കണത്. നമ്മൾ ഒരു അർബാനയിൽ കൊള്ളാവുന്ന നാളികേരം നമ്മൾ കൊണ്ടുപോകണമല്ലേ. അപ്പോൾ കൃത്യം ഇങ്ങോട്ട് പറക്കിയിട്ടത് ഒരു അർബാനിയായി. ഇനി കുറേ ആയിട്ട് പറക്കാം. അത് ഞാൻ എല്ലാ ദിവസവും വരുമ്പോൾ കൊണ്ടുപോകാം. അപ്പോൾ ഈ കൈയൊന്ന് കഴുകിയിട്ട് നമുക്ക് പോവാൻ നോക്കാം. നമ്മുടെക്കാളും മുന്നേ പറമ്പിലെത്താണ് നോക്കും, നമ്മുടെക്കാളും മുന്നേ വീട്ടിലെത്താണ് നോക്കോള്. നടക്ക് എലിക്കുട്ടിയെ, എലിക്കുട്ടിയെ. നമ്മുടെ അല്ലും ഇവിടെ കിടക്കുന്നുണ്ട് വേണ്ട. അപ്പുറത്ത് അല്ലുപ്പുറത്ത്. അല്ലുമണി എങ്ങടെ പോണേ? നന്നായി കണ്ടോട്ടെ എന്നിട്ട് അവൾ അങ്ങോട്ട് ഇറങ്ങിയ കിടക്കാന്ന് പറഞ്ഞു. അല്ല അല്ലോ അത് സുന്ദരി അച്ചടാ നോക്കിയമ്മ ഇങ്ങനെ അത് സുന്ദരി മണി, അത് സുന്ദരി മണിയെന്ന് പറഞ്ഞേ. നിങ്ങൾ സുന്ദരി മണിയെന്ന് പറഞ്ഞേ. ഏറ്റവും ഇഷ്ടം അവൾക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടൈസും കൂട്ടനും വന്നു. ഇവിടെ ഫ്രണ്ടിലത് ഇവിടെ ഓരോരുത്തരെ വിളിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ വരുന്നത്. ഇവിടെ ടൈസിനെത്തി. കിടന്ന് എൻ്റെ മോള് കിടന്നോട്ടാ. നമ്മുടെ ഓറഞ്ച് ഇട്ടത് ഷായിട്ടത് പൊട്ടിക്കാൻ തുടങ്ങി. നമ്മുടെ ഓറഞ്ച് ഉണ്ടല്ലേ ഷേട്ടാ, നോക്കി മറ്റേ സാധനം വന്ന് നോക്കണേ. വേണ്ട അത് കളയണല്ലേ, അല്ലെങ്കിൽ അത് കേറും. പുളിയുറുമ്പുണ്ടല്ലേ? അയ്യോ പുളിയുറുമ്പ് കൂടെ പെട്ടെന്ന് അനങ്ങി കഴിഞ്ഞിപ്പോ അതൊക്കെ പെട്ടെന്ന് വരും മേലിക്ക്. അടിയിലത്തേക്കോ പൊട്ടിച്ചോ? ഞാൻ സ്റ്റൂൾ എടുത്തോണ്ടേ. ഓറഞ്ച് ഇതേ കളറ് മാറി. പക്ഷെ ഈ കളറ് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓറഞ്ചിന് രസം ഉണ്ടാവില്ല കേട്ടാ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇതിപ്പോൾ മഴക്കാലമായ കാരണം നമുക്ക് ഇപ്പോൾ കഴിക്കാം, നീര് കിട്ടും. പക്ഷെ വേനൽക്കാലത്താണ് ഇതേപോലെ കളർ മാറി പൊട്ടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ വെള്ളം വറ്റി സ്പോഞ്ച് പോലെ ഉണ്ട്. ഈ സമയത്ത് കുഴപ്പമില്ല. ഞാൻ അങ്ങോട്ട് കൊണ്ടുവരല്ലേ ഷേട്ട കൊട്ട? ഷേട്ട പൊട്ടിച്ചോട്ടോ. നമ്മുടെ ഈ ഓറഞ്ചില്ലേ ഇങ്ങനെ മുകളിൽ നിന്ന് ഉണ്ടായി നിൽക്കുന്നത് മാത്രമല്ല കേട്ടാ, താഴെ ഇതേപോലെ തന്നെ അടിയിലേക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കണ്ട അതൊക്കെ താഴെ നിൽക്കുന്നത് കണ്ട, ഇത്രയും താഴത്ത് വരെ ഉണ്ടാവും അത്. ചെറിയ കൊട്ട എടുത്തിട്ട് തരാം, മറ്റേ കൊട്ട നിറഞ്ഞുണ്ട്. ഇതാ ഷേയുടെ മുകളിൽ മറ്റേ നല്ല മഞ്ഞ കളർ കയറി നിൽക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നില്ല, ലാഡർ എടുക്കേണ്ടി വരും ചിലപ്പോൾ. മതി അല്ലേ? അപ്പോൾ ഇത്ര മതി, പിന്നെ പൊട്ടിക്കാം. ഇത് അധികം എന്നിട്ട് ഞാൻ മുന്നേ പറഞ്ഞല്ലോ പഴുക്കാൻ നിർത്താനും പറ്റില്ലേ. പക്ഷെ ഈ വർഷക്കാലത്ത് കുഴപ്പമുണ്ടാവില്ല അല്ലേ ഷേട്ടാ? നല്ല നീരായിട്ട് കിട്ടാറുണ്ടല്ലോ അല്ലേ?
പിന്നെ കുറച്ചും കൂടി നിൽക്കണത് അവിടെ നിർത്താണ്, 4 ദിവസം കഴിഞ്ഞാലും പൊട്ടിക്കാലോ. നമുക്കിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 6 ഓറഞ്ച് ഉണ്ട്. അതിൽ ഇത് ഓറഞ്ച് ഞാൻ പറഞ്ഞില്ല 5 വർഷമായിട്ടുണ്ട് മേടിച്ച് വെച്ചിട്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് നോക്കിയൊരു ഓറഞ്ച് തൈ, 2 ഓറഞ്ചിനും 2 വ്യത്യസ്ത ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഓറഞ്ച് നല്ല വലിയ ഓറഞ്ചാണ്. നമുക്ക് ചിലത് കടയിൽ നിന്ന് പിടിക്കാൻ കിട്ടില്ലേ, നല്ല വലിയ ഓറഞ്ച് മുകളിൽ ഇങ്ങനെ ഒരു തരിതരിപ്പുള്ള പോലത്തെ തൊലിയുമേ. ഇതെന്ന് പറഞ്ഞാൽ നല്ല മിനുസുള്ള ഓറഞ്ചാണ്, കുഞ്ഞ് ഓറഞ്ചാണ്. അതിനേക്കാളും ഇട്ട് ഇത്തിരി കൂടി മധുരക്കും കൂടുതലുണ്ട് ഈ ഓറഞ്ചിന് കേട്ടോ. ഇത് പൊട്ടിക്കാം, അതായിട്ടുണ്ട്. ഇതും പൊട്ടിക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പൊട്ടിച്ച് കാട്ടി തരാം കേട്ടോ. നമുക്ക് അങ്ങോട്ട് നീക്കായിരുന്നു, പക്ഷേ ഇവിടെ വെയിൽ വരുന്നത്. നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി പൊളിക്കുമ്പോൾ വെള്ള കളറായിരിക്കും, മറ്റേ ഓറഞ്ചിൻ്റെ പോലെ മഞ്ഞ കളറല്ല. പക്ഷെ മഞ്ഞ കളറ് ഉള്ള, അതായത് ഓറഞ്ചിൻ്റെ സെയിം കളറുള്ള ഒരു തൈ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ശരിക്കും നമ്മൾ കഴിക്കുന്ന ഓറഞ്ചില്ലേ അതേപോലെ തന്നെയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ ഓരോ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഓറഞ്ച് പിടിക്കുന്നുണ്ട്. മറ്റേ അങ്ങനെ ഓറഞ്ച് കൂടുതലുണ്ടായി കിട്ടുന്നില്ല നമുക്ക്. നല്ല മധുര, നല്ല നീരും. ഇത് ശരിക്കും പാകം അതന്നെ. അപ്പൊ നീരൊന്നും പറ്റില്ല. നമ്മുടെ കാലാവസ്ഥ മാറ്റുന്നില്ല, നല്ല വെയിൽ വന്നാൽ ഇതൊന്നും ചുങ്ങുത് ഇരുന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഓറഞ്ച് കളർ വെള്ള കളർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പലരും ചോദിക്കും ഇത് മുസാമ്പി ആണോ? മുസാമ്പി അല്ല, ഓറഞ്ച് തന്നെയാണ്. കണ്ട മുസാമ്പി നമുക്ക് ഇതേപോലെ അല്ലി പെട്ടെന്ന് തിരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് അല്ലി തിരിക്കാം. അത് മാത്രമല്ല നല്ല ഓറഞ്ചിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. വേണ്ട, അടിപൊളിയാ. നല്ല ഇപ്പത്തിന് ദാഹണ്ടേ, അപ്പോൾ കഴിക്കുമ്പോഴും ടേസ്റ്റ് കൂടുതലുണ്ട്. ആ ഓറഞ്ച് ഫുള്ള് ദശമായിട്ട് കഴിക്കല് കഴിഞ്ഞുട്ടാ. കാരണം അത്രയും ടേസ്റ്റാണ്. നമുക്കത് കളയാൻ എന്താ പറയാ, തിന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങനത്തെ ഓറഞ്ച് ഉണ്ടെങ്കിൽ ആകെപ്പാടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുമ്പോൾ നിർത്തി മഞ്ഞ കളർ കയറ്റാൻ നിൽക്കരുത്, അത്രേ ഉള്ളൂ. എനിക്ക് ഇത്രയും ഓറഞ്ച് കിട്ടി. ഇനി ഇത്രയും കൂടിയും പൊട്ടിക്കാണ്ട് ഇപ്പോഴും നിൽക്കട്ടെ, നമ്മൾ ഇത്രയും പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പോലും നന്നായി അടുത്തേക്ക് കാണിക്കുന്നു. അത് ഒരു കൊലയുമ്പോ തന്നെ 5 എണ്ണം വരെ ഉണ്ടാവും, 5-6 എണ്ണൊക്കെ വരെ ഉണ്ടാവാറുണ്ട് കേട്ടാ. ഇതിപ്പോ ആ മുകളിൽ നിൽക്കണ കൊലയൊക്കെ നിറച്ചുണ്ട്. 4 ദിവസം കഴിഞ്ഞ് അതും പൊട്ടിക്കാം. ഇത് നോക്കിയാ വെയിറ്റ് തന്നെ കണ്ട എത്ര കിലോനാന്നാ അത്. ഒരെണ്ണം വീണു, താഴെ വീണൂല്ലേ? ആ അതെ, ഒരെണ്ണം വീണു. ഇന്ന് നമുക്ക് കുറച്ച് കുമ്പളങ്ങിയ, കുറച്ചല്ല കേട്ടോ, കുറേ കുമ്പളങ്ങിയും പൊട്ടിക്കാറായിട്ടുണ്ട്. അപ്പം നോക്കിയാ കുമ്പളങ്ങി ഉണ്ടായി നിൽക്കണേ. നമ്മുടെ കോഴിക്കോടിൻ്റെ മുകളിൽ നമ്മൾ നെറ്റിട്ടുണ്ട്, ആ നെറ്റിൻ്റെ മുകളിൽ കൂടെ ഫുൾ കവർ ചെയ്തിട്ടാണ് കുമ്പളങ്ങി നിൽക്കണേ. അപ്പോൾ ഈ ഒരു എന്താ പറയുക 4 സൈഡിലും ഇതേപോലെ നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ കാണാവുന്ന രീതിയിലാട്ടോ കുമ്പളങ്ങി ഉണ്ടായി നിൽക്കണേ. ഇങ്ങനെ ഇത് ഇങ്ങനെ ചുറ്റുമാണ്. അതോ നല്ല വലിയ കുമ്പളങ്ങ, അത് മാത്രമല്ല കുഞ്ഞു കുഞ്ഞു കുമ്പളങ്ങളാണെങ്കിലും അങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക. കണ്ട ഈ അരുത്തൊക്കെ കണ്ട കഴിഞ്ഞാൽ അറിയാട്ടോ നമുക്ക്. ഇതേ ഇപ്പുറത്തേക്കൊക്കെ നോക്കിയാൽ ഇതൊക്കെ ചെറിയ ചെറിയ കുമ്പളങ്ങൾ ഇതേ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു. ഇതേ കണ്ടോ ഈ സൈഡിലൊക്കെ കണ്ട. പിന്നെ നോക്കിയേ നല്ല വലുപ്പമുള്ള കുമ്പളങ്ങൾ, അത് അത്ര അധികമാട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണാൻ പറ്റാത്ത പോലെയാണ് കുമ്പളങ്ങ. ഈ 4 സൈഡിൽ എങ്ങനെ ഉണ്ട് കേട്ടാ. ഇത് കൂടാണ്ട് ഞാനേ നമുക്ക് കാണാനായിട്ട് പറ്റില്ല, എന്നാലും ഞാൻ നോക്കി നോക്കാം. നമ്മുടെ ഈ പന്തലിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കണത്, പന്തലിൻ്റെ മുകളിൽ തെങ്ങിന് പൊട്ടിക്കാന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു പിടുത്തല്ലാണ്ടിരിക്കണേ കേട്ടാ. ഈ കുമ്പളങ്ങ പന്തല് ഇവിടെ വന്നപ്പോഴില്ലേ കോഴിക്കൂട്ടിൽ വന്ന് നമുക്ക് നിൽക്കാം എത്ര നേരം വേണമെങ്കിലും.
അത്രയും തണുത്തൊരു അന്തരീക്ഷം, അത്ര സുഖാട്ടോ, ഭയങ്കര സുഖ. അപ്പൊ നോക്കി ഞാൻ പറഞ്ഞില്ലേ ഈ പന്തലിന്റെ മുകളിൽ തോന്നുന്നതേ ഇതേ ഇതൊക്കെ അതാണ് നിറച്ച എടുക്കണേ ദേ. പിന്നെ ദേ എണ്ണാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലേ, അതേപോലെ അതേ കുമ്പളങ്ങ, ഇതൊക്കെ കുമ്പളങ്ങയാണ്. നമുക്ക് എനിക്ക് കയ്യും കൂടി എത്തണില്ല. ഷായേട്ടൻ വേണം കുമ്പളങ്ങ പൊട്ടിക്കാൻ. ഷായേട്ടൻ വരെ ആലോചിക്കുന്നുണ്ട് എങ്ങനെ പൊട്ടിക്കാന്നുള്ളത്. കണ്ടാ ഇതൊക്കെ നമ്മളെങ്ങനെ പൊട്ടിക്കുക, പന്തലിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കണേ. നമ്മുടെ ടർക്കികളൊക്കെ പറയണേ നല്ല സുഖം ഉണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കാനായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിന് മുകളിൽ പടർന്നത് ഞാൻ പറഞ്ഞു പാഷൻ ഫ്രൂട്ടായിരുന്നു. പാഷൻ ഫ്രൂട്ട് ഉണ്ടായേന് കണക്കുണ്ടായിരുന്നില്ല. നമ്മുടെ ആ വർഷത്തെ വീഡിയോ കാണുമ്പോൾ അത്രയധികം പാഷൻ ഫ്രൂട്ട് ഉണ്ടായി. ആ സമയത്താണ് നമ്മൾ ഈ നെറ്റ് അടിക്കാനായിട്ട് നമ്മുടെ ടർക്കികളൊക്കെ കുറുക്കന്മാർ വന്ന് പിടിച്ചിട്ട് 12 ടർക്കികളൊക്കെ ചത്തില്ലേ, ആ സമയത്തായിരുന്നു ഇത് ഇവിടെ പാഷൻ ഫ്രൂട്ടായിരുന്നു ഇതിന്റെ മുകളിൽ നിറച്ച്. അപ്പൊ നമുക്ക് ഒത്തിരി ഉറപ്പുള്ള നെറ്റിടാൻ വേണ്ടിയിട്ട് അന്ന് പാഷൻ ഫ്രൂട്ട് നമുക്ക് കളയേണ്ട വന്നു. ഇപ്പോഴും അതിന്റെ തണ്ടുപൊന്ന് പൊടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ കുമ്പളങ്ങി പോയി കഴിഞ്ഞാൽ നേരെ അവിടെ കയറ്റണം. അപ്പോൾ ഈ വട്ടം ഉണ്ടായത് ഇവരാണ്. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും പൊട്ടിക്കാൻ തുടങ്ങട്ടെ. ഇത് എന്നെ കൊണ്ട് ഞാൻ ചുറ്റുള്ളതൊക്കെ എനിക്ക് പൊട്ടിക്കാൻ പറ്റുന്നുള്ളൂ. ഈ മുകളിലുള്ളത് ഷായേട്ടനെ എനിക്ക് പൊട്ടിക്കാതൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും പൊട്ടിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നെറ്റടിച്ച കാരണേ എത്തും. പക്ഷെ എങ്ങനെ എടുക്കാന്ന് മാത്രമാണ്. ഇതിപ്പോ ഇതിനുള്ളിൽ ജാമായി തോന്നുന്നുണ്ട് അല്ലേ? ഭാഗ്യം. കുട്ടിപ്പട്ടാളങ്ങൾക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റാണ്ട കരച്ചിലാണ് അവിടെ. നല്ല കല്ലല്ലേ, കള്ളി പോലെ നോക്കിയേ. അതിനുള്ളിൽ ജാമ അത് പൊട്ടിക്കണ്ട, വലുതുകൾ മാത്രം പൊട്ടിച്ചാൽ മതി. പക്ഷേ കത്തി മൂർച്ചില് വേണ, മൂർച്ച കത്തി എടുത്ത് വേണേ. ഞാൻ നല്ല മൂർച്ചില് കൊണ്ടുവരാം. ഇതെല്ലാം ഉപയോഗിക്കാറ് നമ്മള് വേറെ കൊണ്ടുവരാം. ഞാനേ കത്തി എടുത്ത് വരുമ്പോഴേക്കും ലാഡർ എടുത്ത് വന്നു. ലാഡർ കുറച്ചും കൂടി അകലൊക്കെ കിട്ടുമല്ലോ അല്ലേ? അല്ല മുകളിലത്തെ ഈ തലക്കിലത്തെ ഞാൻ പിടിക്കണം. അങ്ങോട്ട് ഇറക്കി വെച്ചേക്ക്. ഇതൊക്കെ നമ്മുടെ എന്താ പറയാ, ഇതൊക്കെ ഞങ്ങളൊരു ആദ്യ അനുഭവം എന്ന് പറയില്ലേ, അതാട്ടാ ഇങ്ങനത്തെ ഒരു ഇത്. പിടിച്ചോളാട്ടെ. കത്തി തരട്ടെ. ഇതിന്റെ മുകളിലേ നോക്കിയത് നിറച്ച. അതെ, അങ്ങനെയാണെങ്കിൽ ഷായിട്ടാ ക്യാമറയിലൊന്ന് പിടിച്ചു തന്നെ. എടുത്തേ ക്യാമറ നോക്കി. ഇവിടെ നല്ല ഭംഗിണ്ടാവല്ലേ എങ്ങനെ കിടക്കണേ? ശരിക്കും നല്ലതിൽ കാണുമോന്നുള്ള അറിയില്ല, വെയിലുള്ള കാരണേ ചെറിയ ഭാഗങ്ങൾ കാണല്ലോ, അകലിക്ക് കിട്ടില്ല ശരിക്കും കാണാൻ. എനിക്ക് നോക്കിയാ കാണാം, കാണില്ലേ ശരിക്കും. നമ്മളെ ലാഡർ അവിടെ നിന്ന് തുടങ്ങിയിട്ടാ നീക്കി വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ എത്തി. ഒരു വിധം ഇവിടുന്ന് എത്താമെന്ന പോലെ ഷായിട്ട് പൊട്ടിക്കാൻ പറ്റുന്നുണ്ട്. ഇത് മുള്ളു കുത്തല്ലേ? ലാഡർ ഒന്ന് പിടിക്കും, അങ്ങക്ക് പിടിക്കാം. അങ്ങനെ ശരിക്കും സാഹസികമായിട്ട് ഷായിട്ടെന്താ ഓരോ കുമ്പളങ്ങി പൊട്ടിച്ചിറക്കണത്. നോക്കിയേ ഇവിടേക്ക് എടുക്കണ നോക്കിയേ. നേരന്നോ, അതായത് നമ്മുടെ ഈ കുമ്പളങ്ങയുടെ തൈ കട എന്ന് പറയുന്നത് ഷായിട്ടാ മുറിക്കണേൻ്റെ ആ ഭാഗത്താണ്. അവിടെ നിന്ന് അത് പടർന്നിട്ടുള്ള ഭാഗം എവിടെയാണോ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ പരന്നോളം കെടുക്കുകയാണ്. അങ്ങനെ തന്നെ നമ്മുടെ കോഴിക്കോടിൻ്റെ മുകളിലേക്ക് കയറി പോയിട്ടുള്ളത് ഇവിടെ നിന്ന്. അത് മാത്രമല്ല കേട്ടാ, ഈ ഒരു കുമ്പളങ്ങ ഇങ്ങനെ, പിന്നെ വേറൊരു കുമ്പളങ്ങ തന്നെ നമ്മുടെ ഇവിടെ ഉണ്ട്. അത് ഞാൻ കാട്ടിത്തരാം. അതാണെങ്കിൽ ചെറിയ തൈയാണ്, അപ്പോഴേക്കും അത് മായി തുടങ്ങി. അതും ഇതിനേക്കാൾ വലിയ കുമ്പളങ്ങ. ഇത് ഇത്രയ്ക്ക് പടർന്നിട്ടുള്ളൂ കേട്ടോ ഈ കുമ്പളങ്ങയുടെ. നമ്മുടെ കൂർക്കയുടെ മുകളിലാണ് പടർന്നിട്ടുള്ളത്. അപ്പോൾ അതിലുണ്ടായിട്ടുള്ള കുമ്പളങ്ങയുടെ വലിപ്പം നോക്കിയാൽ ചെറിയൊരു തൈമ്യാണ്. കണ്ട, ഇത് നല്ല നീളമുള്ള ഒരു സൈസ് കുമ്പളങ്ങ. അത് അപ്പുറത്തുണ്ട് അതേപോലെ. അതുകൊണ്ട് കാട്ടിത്തരാം.
കണ്ടോ, ഇത് വേറൊരു ടൈപ്പിൽ പെട്ട കുമ്പളങ്ങ, നല്ല നീളത്തിൽ വരും തോന്നുന്നുണ്ട്. നമ്മുടെ കൂർക്കതലയുടെ മുകളിലേക്ക് അത് ഇതിന് പ്രത്യേകത ഉണ്ട്. ഇതൊരു കുഞ്ഞൊരു തയ്യായിട്ട് എന്നിട്ടാണ് അത് വീണ്ടാവണേ. നമ്മുടെ ഈ തെങ്ങിന്റെ പട്ടയമ്മക്ക് കയറി പോണ്ടിട്ട് അവക്ക് ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ താൽക്കാലികമായിട്ട് കുമ്പളങ്ങി നമ്മളവിടുത്തെ അവസാനിക്കാൻ യാതൊരു വക വഴിയില്ല കേട്ടാ, ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏറ്റവും എളുപ്പത്തില് 2 കുമ്പളങ്ങ മുറിക്കാൻ പറ്റിയത് ഇതല്ലേ. അതുപോലെ അപ്പുറത്ത് കുറച്ച് പേര്, ബാക്കി എല്ലാം അത് ഷായിട്ടിന് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി എന്താ കുറച്ചും കൂടി ആ ലാഡർ വെച്ചിട്ടാണ് ഇനി നമ്മള് വലയുടെ മുകളിൽ നോക്കി ഷായിട്ട് അത്രയും എന്തോ അതിലെ കുമ്പളങ്ങ പൊട്ടിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പെട്ടത്. ശരിക്കും ഷായിട്ടിന് കുറേ നേരം ഞങ്ങൾ കുമ്പളങ്ങ രസമാണ്. അത് ശരിയാട്ടാ, ഇങ്ങനെ ഇത് കിട്ടണ കാരണം നമുക്കത് രസം. കാരണം ഷായിട്ടും കഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഈ നെറ്റിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ കണ്ണിലേക്ക് കരടും വരേ, മുകളിലേക്ക് നോക്കി നോക്കിയാണ് ഇങ്ങനെ ഓരോന്ന് അരിഞ്ഞ് 3 ഇതിലേക്ക് എടുക്കണ്ട്. വെട്ടിയെടുക്കട്ടെ, അല്ല വെട്ടിന്റെ തോട്ടി കൊണ്ട് എടുക്കാം. പുറത്തോടെ പിടിയോ? ആ ഇട്ടോട്ടാ. പിടിയോ? ഞാനും കൂടി ഉണ്ട്, അത് പിന്നെ അങ്ങനെ കുറച്ച് സാഹസികമായിട്ടുള്ള സമയത്തിനൊടുവിൽ നമ്മൾ അങ്ങനെ വിജയിച്ചിരിക്കുകയല്ലേ ഷായിട്ടാ. ഇതേപോലെ എന്താ പറയാ, കഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു പച്ചക്കറി പൊട്ടിച്ചിട്ടില്ല അല്ലേ, അല്ലെ ഈസി ആയിട്ട് പൊട്ടിച്ച് പോയിട്ട് വരാറ്. ഇത് രസം കാണുമ്പോഴല്ലേ ആ കഷ്ടപ്പാടൊക്കെ മറന്നു. അത്രയും ഒരു സന്തോഷം തോന്നണേട്ടാ. അപ്പൊ അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ പൊട്ടിച്ചു. എണ്ണീട്ടില്ലേടെ കുമ്പളങ്ങ എന്തെല്ലാം എത്ര ഉണ്ടാവും ഷായിട്ടൊരു ഉദ്ദേശം? 30 ഉണ്ടാവും. ഒക്കെ നല്ല കുമ്പളങ്ങള്. പക്ഷെ നമ്മുടെ ഓറഞ്ച് പൊട്ടിച്ചത് നമ്മൾ അവിടെ അത് എടുക്കണം, അതൊന്ന് കൊണ്ടുവരാം ഇങ്ങോട്ട്. അയ്യോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിട്ട് തോന്നുന്നു, ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാര്യത്തിനെ പൊട്ടിച്ചോട് കൊണ്ടുവച്ചിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ ഇതൊരു കട അതാണ്, ഒരു ചെറിയൊരു കട അതങ്ങനെ പടർന്ന് പോണുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ്. ഇതന്നെ നോക്കിയാ എത്ര കിലോ ഉണ്ടെന്നാ ശരിക്കും. ഓറഞ്ച് പിന്നെ നമ്മൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കാറുണ്ട്. കുമ്പളങ്ങയും കിട്ടാറൊക്കെ ഉണ്ട്, പക്ഷെ ഇതേപോലെ ഒരുമിച്ച് മത്തങ്ങ നമ്മൾ ഇതേപോലെ ഒരുമിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ കൂടുതൽ പൊട്ടിക്കാൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യണ കാര്യങ്ങൾ തന്നെ ഇതെല്ലാം വെറുതെ നമ്മൾ കൊടുക്കും. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആളുകൾക്കും നമ്മുടെ കസിൻസിനൊക്കെ ആയിട്ട് ഇതിപ്പോൾ തന്നെ ഇന്ന് തന്നെ കൊടുക്കും. അതായിട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഷായിട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കും. പിന്നെ ഇവിടെ പണിക്കുട്ടികൾക്കും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിത് ഒക്കെ അവസാനിപ്പിക്കും കേട്ടോ തന്നെ. പിന്നെ നമ്മളോട് ചോദിക്കണതെന്ന് പറയും, ഇതേപോലെ വിളവ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് പൈസയ്ക്ക് കൊടുത്തൂടെ എന്നാണ് ചോദിക്കണേ. പക്ഷേ നമുക്ക് ദിവസം ഇങ്ങനെ പൊട്ടിച്ച് കൊടുക്കാനുള്ള മാത്രം വിളവ് ഉണ്ടാവണില്ല. നമ്മൾ നട്ടിട്ടുള്ള ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ കുമ്പളങ്ങി നമ്മളൊരു കടയുമ്പോഴാണ് ഇതേപോലെ പടർന്ന് നോക്കണേ. അപ്പോൾ അങ്ങനെ അത് അപൂർവം അങ്ങനെ നമുക്ക് കൂടുതൽ ഉണ്ടാവണു. അതുപോലെ ബാക്കിയുള്ള സാധനങ്ങൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മളത് ഒരു സന്തോഷം കിട്ടി കഴിയുമ്പോൾ അപ്പം പിന്നെ അതായിട്ട് നമ്മളിങ്ങനെ വെറുതെ കൊടുക്കണേ, അതായത് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കണത്. അതുകൊണ്ടാണ് ഇപ്പോൾ കടയിലായാലും കൊണ്ടുകൊടുത്ത് മേടിക്കും. പക്ഷേ അതും പകുതി പൈസയ്ക്കായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുക. അപ്പോൾ പിന്നെ അതിന് നല്ലത് എനിക്ക് തോന്നുന്നു നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അടുത്തുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് നമുക്കൊരു സന്തോഷം, അവർക്ക് അതിനേക്കാളും സന്തോഷം. അതൊക്കെയായിട്ടോ നമ്മൾ ചെയ്യണത്, ഇങ്ങനെ പൈസയ്ക്ക് കൊടുക്കാതിരിക്കുന്നത്. ഷായിട്ടിലെ കുമ്പളങ്ങ നമ്മളിവിടെ അടുത്ത് കുറച്ച് വീടുകളുണ്ട്, അപ്പോൾ അവിടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാട്ടാ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ കല്യാണി കുട്ടീനെ കൊണ്ട് ഒരു ശല്യം ഇല്ല കേട്ടോ. ഇപ്പം അവൾക്ക് താഴേക്ക് ഇറങ്ങാനുള്ളൊരു ഇഷ്ടമാണല്ലോ. അപ്പോൾ പക്ഷെ നമ്മൾ പറഞ്ഞാലും അവളോട് ഒതുങ്ങി കൂടി കിടക്കും. നമ്മുടെ ചെക്കന്മാരൊന്നും ഉഷാറായി അവളെ താഴേക്ക് ഇറക്കണം.
കിടന്നോട്ടെ കല്യാണി കുട്ടി, ഞാൻ പോട്ടെ. ഞാൻ പോട്ടെ. അച്ഛോ മയങ്ങി. അച്ഛോ സുന്ദരി മണി, അത് സുന്ദരി മണി. ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ. എന്താ ഒരു വാലാട്ടില്ലേ, സുന്ദരി മോളാണ്. നന്നായി പറഞ്ഞാൽ മനസ്സിലാവണ കുട്ടിയാ. കിടന്നു എൻ്റെ മോള് കിടന്നു കേട്ടാ, കിടന്നു. നമ്മുടെ പറമ്പിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ചിക്കൻ കറി വെക്കാൻ വെച്ചിട്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഞാനുണ്ടല്ലോ ഇന്ന് ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് കുറച്ച് ചീര അരിഞ്ഞ് കൊടുക്കുന്നുണ്ടായിരുന്നില്ലേ, അത് നോക്കിയാൽ ഏതാണ്ട് ജാറിൻ്റെ മുക്കാൽ ഭാഗത്തോളം നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ പച്ചക്കറി അറിയാം, നമ്മുടെ ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ പച്ചക്കറിയോട് ഇത്തിരി മടി കഴിക്കാൻ. പക്ഷെ എല്ലാ പച്ചക്കറി ഞാൻ അവരെ വയറ്റിലേക്ക് കയറ്റുക. കാരണം അവർക്ക് നോൺ വെജ് ഇല്ലാണ്ട് എന്താ പറയുക ഭക്ഷണം കഴിക്കൽ കുറവാണ്. അപ്പോൾ എന്ത് നോൺ വെജ് കഴിക്കുന്നു അതിലെന്ത് പച്ചക്കറി ആയിട്ടെ, ഇപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് കൊണ്ടുവരുന്ന നമ്മുടെ എന്താ പറയുക ചതുരപ്പയറായ വരെ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇപ്പോൾ നിത്യവൈദ്യനെങ്കിൽ ചതുരപ്പയറാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. പിന്നെ മത്തങ്ങ, ഇതൊക്കെ എന്തായിക്കോട്ടെ അതൊക്കെ ഞാനിങ്ങനെ നമ്മുടെ രീതിയിൽ ഏത് രീതിയിലാണോ നമ്മൾ മസാല റെഡിയാക്കണേ ആ മസാല ഒക്കെ റെഡി ആയി വരുമ്പോൾ നമ്മൾ ഈ പച്ചക്കറികൾ നല്ല പച്ചയോട് കൂടിയിട്ട് ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് മസാലയൊക്കെ റെഡി ആയി വരുമല്ലോ, അപ്പോൾ നമുക്കതിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കാം. ഈ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. എന്നിട്ട് ഈ മസാലയിലേക്ക് എടുത്തിട്ട് ആദ്യം നമുക്ക് നമ്മുടെ ഈ ചീര ഉണ്ടല്ലോ, ചീര അത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ല എന്ത് പച്ചക്കറി, അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, ചീരയിൽ ഇടുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ഇതേപോലെ പച്ച കളറിലിരിക്കും. അപ്പം ഞാനത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ചിക്കൻ ഇവിടെ ഞാൻ ഇത്തിരി മഞ്ഞളും കുരുമുളക് പൊടി വേപ്പിലൊക്കെ ആയിട്ട് ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊന്നും ഒഴിക്കണില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്ത്, ഞാനിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഇനി ഒഴിക്കില്ല കേട്ടോ. അധികം എന്താ പറയുക വെള്ളത്തിലല്ല ഞാൻ വയ്ക്കണേ, നല്ല ഗ്രേവി ടൈപ്പിലാണ് വയ്ക്കണേ. ചിക്കൻ ഇങ്ങനെ ഗ്രേവി പൊതിഞ്ഞിരിക്കണം. ഇപ്പോൾ കണ്ട, ഇപ്പോൾ ചീരലയുടേതായ ഒരു പച്ചക്കുത്ത് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ കുട്ടികൾ ആ ഗ്രേവിക്കും കുട്ടി നന്നായി ഭക്ഷണം കഴിച്ചോളൂ. ഇതേപോലെ ആക്കി മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ എന്ത് പച്ചക്കറിയും കുട്ടികൾ കഴിക്കണില്ലേ, നോൺ വെജ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ സുഖമാണ്. ആ പച്ചക്കറിയൊക്കെ നമുക്ക് വേവിച്ച് അവരെ അകത്തിക്കാക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കും. ഞാൻ ചീരയിലൊക്കെ ഇട്ടിട്ട് ഇതാ എന്നൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട ഇളക്കി കൊടുക്കാം. നമുക്ക് കാണാൻ തന്നെ ഒരു ഭംഗിയായിട്ടാ. കാരണം നമ്മുടെ കഷ്ണത്തിനേക്ക് ചാറൊന്നും വേണ്ട, ആ കഷ്ണത്തിന് ഇങ്ങനെ ഗ്രേവി ഇങ്ങനെ പൊതിഞ്ഞിരിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ സാധാ ചിക്കൻ വെള്ളം ഒഴിക്കാണ്ട് വേവിച്ചെടുക്കുമല്ലോ. അപ്പോൾ ഇത് ചീരലിലെ വെള്ള കാരണം കുറച്ചും കൂടി വെള്ളം ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വറ്റിച്ചെടുത്ത് വരുമ്പോൾ നല്ല ഗ്രേവി പൊതിഞ്ഞിരിക്കുന്ന ചിക്കനായി മാറും കേട്ടോ. മൂടി വെച്ച് വേവിക്കാം. നോക്കിയാൽ നമ്മുടെ ചിക്കൻ കറി വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ മസാല നമ്മുടെ ചിക്കന്മേ ഇതിന് ഉള്ളിൽ ഇരുന്നിട്ട് ഒന്നും കൂടി ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ എന്താ പറയുക ചപ്പാത്തിയിലേക്കൊക്കെ നല്ല രസത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഗ്രേവി കേട്ടോ. ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ എന്താ ഗ്രേവിയും ചിക്കനും ഒക്കെ ഒപ്പം വരും. അതേപോലെയാണ് നമ്മൾ ആക്കിയെടുക്കണം. ഇവിടെ ചിക്കൻ കറി റെഡി ചെയ്യണ്ടേ. ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇനി പച്ചക്കറി കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ചീത്ത പറയാനൊന്നും പോകണ്ടായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിക് ഫാമിലി 2.0-ലേക്കുള്ളൊരു പാചകം കൂടി ചെയ്യണം. കാണാനുള്ള ഭംഗി നോക്കിയേ, ഇതേമാതിരി കട്ട് ചെയ്തെടുക്കാം സുഖമായിട്ട്. എത്ര രസമായിട്ടുള്ളതാ. ഞാൻ കട്ടൻ കാപ്പി കാര്യം മറന്നു പോയതാ. പിന്നെ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 2.0 കാണണം കേട്ടോ. അതാണെങ്കിൽ ഇന്നലെ ഇട്ടുണ്ട് നമ്മൾ. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇട്ടാൽ നമ്മൾ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ അതായത് എന്ത് പാചകം ഉണ്ടാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ഇവർക്കാട്ട് കൊടുക്കുക. അത് ഇന്ന ഭക്ഷണം എന്നൊന്നുമില്ല, എല്ലാ ഭക്ഷണവും അവർ കഴിച്ചോളും.
അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവരൊന്ന് കാത്തിരിക്കുകയും ചെയ്യും ഇങ്ങനെ.